ഹായ് വെൽക്കം ബാക്ക്. ഇന്നൊരു 10 മിനിറ്റിൽ ഒന്നല്ല രണ്ടല്ല 3 ഗ്രാമർ ടോപ്പിക് ഞാൻ പഠിപ്പിച്ചു തരാം. പ്രപ്പോസിഷൻസ്, ഫ്രേസൽ വെർബ് ആൻഡ് അഡ്ജക്റ്റീവ്. ഇത് സാധാരണഗതിയിൽ നമ്മളോട് ഒരു 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറുള്ളത്. ചിലപ്പോൾ നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മാർക്കിന് വരെ ചോദിച്ചേക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഗ്രാമർ ടോപ്പിക്സ് ആണ് കമ്പാരിറ്റീവ്ലി റിപ്പോർട്ടഡ് സ്പീച്ച് എഡിറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ. പക്ഷേ ഇത് നമുക്ക് ഈ ഒരു അവസാന നിമിഷത്തിൽ ഒരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല, ഒരു ചാൻസസും എടുക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇതും കൂടെ അങ്ങോട്ട് പഠിച്ചിട്ട് പോയിക്കും. സോ ഫ്രേസൽ വെർബ് എന്ന് പറയുന്നതാണ് നമ്മൾ ഒന്നാമതായിട്ട് നോക്കുന്നത്. ഫ്രേസൽ വെർബ് സാധാരണഗതിയിൽ ഇഷ്ടംപോലെ ഉണ്ട്. സോ ലോകത്ത് ആകമാനുള്ള ഫ്രേസൽ വെർബുകളെല്ലാം കൂടെ പഠിച്ചു പോകാന്ന് പറയുന്നത് ലിറ്ററലി ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയോ? നമ്മൾ സാധാരണഗതിയിൽ നോക്കുന്ന ഈ ടേക്ക് വെച്ചിട്ടുള്ളത്, ഗിവ് വെച്ചിട്ടുള്ളത്, കം വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഗോ വെച്ചിട്ടുള്ള ഇത് ഒരു 4 ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞെന്നുള്ളൂ. സാധാരണ രീതിയിൽ നമുക്ക് പരിചയമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇതൊക്കെ വെച്ചിട്ടുള്ള ഫ്രേസൽ വെർബുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇനി നമ്മൾ പഠിക്കാത്ത സാധനങ്ങൾ അല്ലെങ്കിൽ അത്ര ഫെമിലിയർ അല്ലാത്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാം. എങ്ങനെയാ? നമ്മൾ ഇതങ്ങോട്ട് ഫില്ല് ചെയ്ത് വരുമ്പോഴല്ലേ ചിലത് ഇങ്ങനെ മുഴച്ച് നിൽക്കും. അപ്പോൾ അതിനങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത്രേ ഇതിൻ്റെങ്കിലും മിനിമം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് വിത്ത് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ് ചൂസിങ് ഫ്രം ദ ബ്രാക്കറ്റ്സ്. സ്പീക്ക് അപ്പ്, ടേക്ക് ഫോർ, ഗിവ് അപ്പ്, സ്പീക്ക് ഫോർ, ടേക്ക് ഓഫ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലിപ്പോൾ നമുക്ക് ടേക്കിൻ്റെ ഞാൻ നേരത്തെ ലിസ്റ്റിൽ ഞാൻ പറഞ്ഞു, ഗിവ് അപ്പ് ഞാൻ പറഞ്ഞു, ടേക്ക് ഫോർ ഞാൻ പറഞ്ഞു. ഇതിൽ സ്പീക്കപ്പും സ്പീക്ക് ഫോറും ആണ് നമുക്ക് പരിചയമില്ലാത്തത്. അപ്പോൾ ഈ 2 നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യേണ്ടി വരിക. കാരണം ബാക്കിയുള്ളത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ സ്ട്രാറ്റജി. നമുക്ക് പരിചയമുള്ളതും നമുക്ക് കണ്ട് ശീലിച്ചതുമായിട്ടുള്ള ഫ്രേസൽ വെർബുകളൊക്കെ പഠിച്ചിട്ട് പോവുക. ബാക്കി നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യാം. ദ ഫ്ലൈറ്റ് വിൽ ഡാഷ് ഇൻ 5 minutes. നമുക്ക് ഓൾറെഡി അറിയാം എന്തായിരിക്കും അത്. ടേക്ക് ഓഫ് ആയിരിക്കും. കാരണം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരുപാട് തവണ പറയുന്നതാണ് ഡെയിലി ലൈഫിൽ തന്നെ. വർക്ക് ഹാർഡ്, ഡോണ്ട് ഡാഷ് യുവർ ബോൾ സ്റ്റെപ്പ്. എന്തായിരിക്കും? സ്പീക്കപ്പ് അല്ല, ഗിവ് അപ്പ് ആയിരിക്കും. വിട്ടുകൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ ഗിവ് അപ്പ്. സോ ഇതും നമ്മുടെ ലിസ്റ്റിൽ വരുന്നതാണ്. ഗിവിൻ്റെത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയോ. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്സ് ഫ്രം ദോസ് ഗിവൻ ഇൻ ദ ബ്രാക്കറ്റ്സ്. നൊമിത ആൻഡ് അജിത് ഡാഷ് their relationship. ഗോ ഔട്ട് വിത്ത് ആണോ? അല്ല, ഗോ ഔട്ട് വിത്ത് അല്ല. കാരണം ഗോ വെച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഈ ലിസ്റ്റ് പ്രകാരം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പ്ലിറ്റപ്പ് ആണ്. കണ്ടോ, നമ്മൾ അതിനെ ക്യാൻസൽ ഔട്ട് ചെയ്യാണ്. കാരണം അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ അത് ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് സ്പ്ലിറ്റപ്പ് എന്ന് നമ്മൾ എഴുതാണ്. അവർ തമ്മിൽ പിരിഞ്ഞു, സ്പ്ലിറ്റപ്പ് ആയി. ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് പുട്ട് വെച്ചിട്ടുള്ളത് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. പുട്ട് വെച്ചിട്ടുള്ളതും ഓക്കെ. ഈ പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ ടോളറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, സഹിക്കുക. കണ്ടോ, ഷീ സെഡ് ദാറ്റ് ഷീ കുഡ് നോട്ട് ടോളറേറ്റ് ഓർ പുട്ടപ്പ് വിത്ത്. കണ്ടോ, ഇതാണ് നമ്മൾ ഫ്രേസൽ വെർബിന്റെ. അല്ലാതെ ഫ്രേസൽ വെർബ് ഇതിന്റെ അർത്ഥം ഇതാണ്, ഇതിന്റെ അർത്ഥം ഇതാണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തന്നാലും നിങ്ങൾക്ക് അത് ഓർത്ത് വെക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഇതിന്റെ പുട്ട് വെച്ചിട്ടുള്ള, ടേക്ക് വെച്ചിട്ടുള്ള, ഗിവ് വെച്ചിട്ടുള്ള, കമ്മ് വെച്ചിട്ടുള്ള, ഗോ വെച്ചിട്ടുള്ളതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെച്ച് പോവുക എന്നുള്ളതാണ് ഇതിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഡ്ജക്റ്റീവ്സ് ആണ്. ഒരു കാര്യത്തിനെ നമ്മളൊന്ന് ക്വാളിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. സ്മാർട്ട് ബോയ്, അല്ലെങ്കിൽ ഡേഞ്ചറസ് റോഡ് ഓർ എ പ്രെറ്റി വിമൻ. കണ്ടോ, ഈ സ്മാർട്ട് എന്ന് പറയുന്നതും ഡേഞ്ചറസ് എന്ന് പറയുന്നതും പ്രെറ്റി എന്നൊക്കെ പറയുന്നതിലെ ഈ സബ്ജക്റ്റിനെ ബോയ്, റോഡ്, വിമൻ എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിനെ ഒന്നും കൂടെ ക്വാളിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു ക്വസ്റ്റ്യൻ പിടിച്ചു, ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇതിൽ അത്ര സംശയം ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു ക്വാളിറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ക്വാളിറ്റി എന്തായിരിക്കും ആ സാഹചര്യത്തിൽ എന്ന് മനസ്സിലാക്കാം. ഐ വെന്റ് ടു the movie to avoid the thoughts of my friend and hoped to return as a lark. ഇവിടെ ലാർക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ലാർക്ക് എന്നത് പറയുന്നത് ഒരു ബേർഡാണ്. ഭയങ്കര തുള്ളിച്ചാടി കളിക്കുന്ന ഒരു ബേർഡാണ്. അപ്പോൾ ആ ബേർഡിന്റെ എന്ത് ക്വാളിറ്റി ആയിരിക്കും നമ്മളിവിടെ പറയേണ്ടത്? ചാമിങ് അല്ല, ചിയർഫുൾ ആയിരിക്കും. കാം എന്തായാലും അല്ല, ആ ബേർഡ് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ഒരു ബേർഡല്ല. അതുകൊണ്ട് തന്നെ ചിയർഫുൾ എന്നുള്ളതായിരിക്കും നമുക്ക് അവിടെ കൊടുക്കേണ്ട അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ഹാവ് വെന്റ് ആസ് എ ചീറ്റ. ചീറ്റയുടെ എന്ത് ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്? ചീറ്റ സ്ട്രെയിറ്റ് അല്ല, എന്തായാലും ചീറ്റ ഷാർപ്പും അല്ല. ചീറ്റ എന്താണ്? ഫാസ്റ്റ് ആണ്. ഓക്കെ. ദ ഡയറക്ടർ ഈസ് ഡാഷ് ആസ് എ സ്കൾപ്റ്റർ എന്ന് പറയുമ്പോൾ എന്താ? അയാൾ ഒരു ശില്പിയാണ്. ശില്പി എന്താണ്? സ്ലോ ആണോ? അല്ല. സ്ട്രോങ് ആണോ? അല്ല. ശില്പി സ്കിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. Okay, rendering the film, but the climax of the film made me feel as heavy എന്ന് പറയുമ്പോൾ
ഹെവി എന്ന് പറയുമ്പോൾ എന്തിന്റെ ക്വാളിറ്റിയാ ഇവിടെ ആക്ച്വലി യൂസ് ചെയ്തിരിക്കുന്നതില്ലേ, എന്ത് സബ്ജക്റ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് കേട്ടോ. ഫെദർ ഹെവി ആണോ? അല്ല. ടിന്നോ ലെഡോ ഇതിലുള്ള എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞത് ലെഡ് ആണ് ഇതിലുള്ള ഏറ്റവും ഹെവി ആയിട്ടുള്ളതെന്നാണ്. അപ്പൊ ലെഡ് നമുക്ക് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സിനെ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അവസാനമായിട്ട് പ്രപ്പോസിഷൻസ് പഠിക്കാം. പ്രപ്പോസിഷൻസ് നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ലിസ്റ്റ് പ്രകാരം ഇന്ന് അല്ലെങ്കിൽ ഇന്ന് ഒന്നിന്റെ അകത്ത് എന്ന് പറയാനാണ്, ഉള്ളിൽ എന്ന് പറയാനാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത്. ഓൺ എന്ന് പറയുന്നതല്ലേ ഒന്നിന്റെ മുകളിൽ എന്ന് പറയാനാണ്, ഒന്നിന്റെ മുകളിൽ എന്ന് പറയാനാണ് നമ്മൾ ഓൺ. ഇൽ എന്നുള്ള സൗണ്ടിലാണ് നമ്മൾ പറയുന്നത്. ടേബിളിൽ അല്ലെങ്കിൽ കസേരയിൽ ഇൽ എന്നുള്ള സൗണ്ടിലാണ് നമ്മൾ ഓൺ യൂസ് ചെയ്യുന്നത്. അറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ ഒരു ലൊക്കേഷൻ, അത് ടൈമിന്റെ കേസിലോ സ്പേസിന്റെ കേസിലോ ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ലൊക്കേഷനെ കാണിക്കാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഷീസ് അറ്റ് ദ പാർക്ക്, അവൾ പാർക്കിലാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയാനാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോറിലെ നമ്മൾ പർപ്പസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തിനു വേണ്ടി എന്നുള്ളത് കാണിക്കാനാണ്. വിത്ത് നമ്മളിലെ കൂടെ എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഷീ വെൻ വിത്ത് എ ഫ്രണ്ട്, ഫ്രണ്ടിന്റെ കൂടെ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ടു ഇല്ലേ നമ്മൾ ലേക്ക് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഹി വെൻ ടു ദ സ്റ്റോറി ലേക്ക് എന്നുള്ളത് കാണിക്കാനാണ്. ഫ്രം ഇല്ലേ എവിടെ നിന്നും എന്നുള്ളത് കാണിക്കാനാണ്. ബൈ എന്ന് കാണിക്കുന്നത് എന്ത് മെത്തേഡ് ഓർ മീൻസ് എന്ത് വഴിയാണ്. ഷീ ട്രാവൽ ബൈ ട്രെയിൻ, അവൾ ട്രെയിന് വഴിയാണ് ട്രാവൽ ചെയ്തത്. ഇത്തരം കാര്യങ്ങളാണ്. ഓഫ് വരുന്നത് ഇൻഡേ എന്നുള്ള ഒരു സൗണ്ടത്തിലാണ്. ദ പേജസ് ഓഫ് ദ ബുക്ക്, ബുക്കിന്റെ പേജസ്. ഇൻ ടു എന്ന് പറയുന്നതും ടു പോലെ തന്നെ ലേക്കാണ്, പക്ഷെ ഒന്നിന്റെ ഉള്ളിലേക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഷീ ജംപ്ഡ് ഇൻ ടു ദ പൂൾ, പൂളിലേക്ക്, പൂളിന്റെ ഉള്ളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇൻ ടു യൂസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു 10 എണ്ണം പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ നോക്കാം, നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ പാസേജ് ഗിവൻ ബിലോ വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് സെലക്ടഡ് ഫ്രം ദോസ് ഗിവൻ ഇൻ ദ ബോക്സ്. നമുക്ക് തന്നിരിക്കുന്നത് ബൈ, ടു, ഓഫ്, ഫ്രം, അറ്റ് എന്ന് പറയുന്ന 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ the profit or dash their sales is split between them and someone. The money that rickshaw pullers dash transporting the passengers is solely theirs. The revenue dash our rickshaw pullers have increased 30 dash to 40. So ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഇൻക്രീസ് 30ൽ നിന്ന് 30ലേക്ക് അല്ലേ. അപ്പൊ 32 ആയിരിക്കും വരിക, 30 to 40%. ദ റവന്യൂ അറ്റായിരിക്കില്ല, നമുക്കിങ്ങനെ ക്യാൻസൽ ഔട്ട് നോക്കാം. ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷ പുള്ളേഴ്സ് വരാം, ഫ്രം അവർ റിക്ഷ ഓഫ് അല്ലേ, റിക്ഷ പുള്ളേഴ്സിൻ്റെ ദ റവന്യൂസ് ഓഫ് അവർ റിക്ഷ പുള്ളേഴ്സ് ഹാവ് ഇൻക്രീസ് 30 to 40%. ഇനി ഇത് ദ മണി ദാറ്റ് റിക്ഷ പുള്ളേഴ്സ് ഏൺ ഫ്രം ട്രാൻസ്പോർട്ടിങ് അല്ലേ, ഫ്രം ട്രാൻസ്പോർട്ടിങ് ദ പാസഞ്ചേഴ്സ് ഈസ് സോൺലി ദേഴ്സ്. ബൈ ആണ് ഇവിടെ വരിക, ബൈ ട്രാൻസ്പോർട്ടിങ്. എന്ത് വഴി എന്നല്ലേ, ബൈ ട്രാൻസ്പോർട്ടിങ്. ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽസ്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദ പ്രോഫിറ്റ് ഫ്രം ദെയർ സെയിൽസ് ഈസ്, സെയിൽസിൽ നിന്നും അല്ലേ, സെയിൽസിൽ നിന്നും കണ്ടോ, ഫ്രം ഞാൻ യൂസ് ചെയ്തത് നിന്നും എന്നുള്ള അർത്ഥത്തിലാണ് കണ്ടോ. The profit from their sales is split between them and someone. The money that rickshaw pullers earn by transporting the passengers is solely theirs. The revenues of our rickshaw pullers have increased 30% to 40%. ഇത് 4 പ്രൊപ്പോസിഷൻസ് നമ്മൾ എഴുതി 4 മാർക്ക് കിട്ടി. സോ ഇന്ന് ഈ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 3 ഗ്രാമർ ടോപ്പിക് പഠിച്ചിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ലൈറ്റർ ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ് ആണ്. ഇതിന്റെ മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഈ 3 ഗ്രാമർ ടോപ്പിക്കാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. താങ്ക് യു.